നമുക്ക് എന്തൊരു പ്രയാസം വന്നാലും എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് കിട്ടുന്ന ആ പ്രൊട്ടക്ഷൻ അതാണ് ഏറ്റവും വലിയ വേറെ ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടാത്ത ഒരു പ്രൊട്ടക്ഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ പേര് ഗീതാലാല്. ഞാൻ എട്ടുതറ ഫിനാൻസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റാഫ് എന്ന നിലയിലായിരുന്നു എട്ടുതറ ഫിനാൻസിൽ ഞാൻ ജോലി ചെയ്തത്. അതിനുശേഷം ഞാൻ ബ്രാഞ്ച് മാനേജരായിട്ടും പിന്നീട് ഏരിയ മാനേജറായിട്ടാണ് ഇപ്പം ഞാൻ എട്ടുതറയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വീട്ടമ്മയായിട്ട് ഇരുന്നതായിരുന്നു. ഇപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ആളുകളുമായിട്ടുള്ള പെരുമാറ്റവും രീതികളൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പറയാം. കാരണം എൻ്റെ ജീവിതം തന്നെ ഞാൻ എട്ടുതറയിലായിട്ട് മാറ്റിവെച്ചു. അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്നത് ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് MDയും എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ടുണ്ട്. ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും. സ്വന്തമായ ഒരു ജോലി എല്ലാ സ്ത്രീകൾക്കും ഒരു കോൺഫിഡൻസ് ആണ് നമുക്കത് ജീവിതത്തിലത്. കാരണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയും കൂടെയാണ്. ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ജീവിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എല്ലാം പറ്റി. എനിക്ക് എട്ടുതറ ഫിനാൻസിൽ വന്നതുകൊണ്ട് മുന്നോട്ട് എന്നുള്ള ഒറ്റ ചിന്തകൾ മാത്രമേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും മുന്നോട്ട് തന്നെ വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആദ്യം എട്ടുതറ കയറുന്നത് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 9 വർഷമായി ഞാൻ കയറിയിട്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ആദ്യം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ABM ആണ്. നല്ല ബഹുമാനമാണ്. നമ്മളിപ്പോൾ എവിടോട്ട് ഇറങ്ങിയാലും നമ്മളെ ആ ഒരു എട്ടുതറയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയിലാണ് എല്ലാവരും നമ്മളെ കാണുന്നത് തന്നെ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറേ ഗോൾഡിൻ്റെ അച്ചീവ്മെൻറ്റ് ചെയ്തായിരുന്നു. പിന്നെ മോളെ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൽ തന്നെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചതും എനിക്കൊരു നല്ലൊരു വുമൺ എന്നുള്ള നിലയിൽ ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ജോലി ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ കൂടുതൽ കാര്യങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടും എൻ്റെ കുടുംബം പതറാതെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോയതും നമ്മൾ സ്വന്തം കാലിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക. ആ വരുമാനം കൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ജോലി എല്ലാം ചെയ്തു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു കൊടുക്കുക. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. അല്ല നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല.